Hi friends, welcome to Teacher G, the ideal classroom for Hindi. എൻ്റെ വീഡിയോ കണ്ട് ഇഷ്ടമായാൽ പ്ലീസ് ലൈക്ക് ആൻഡ് ഷെയർ. അതിനുശേഷം അതിന് താഴെ ഒരു സബ്സ്ക്രൈബ് എന്ന് എഴുതിയിട്ടുണ്ടാവും ഒരു റെഡ് കളറിൽ. ചുമ്മാ അതൊന്ന് ക്ലിക്ക് ചെയ്യുക. അതിന് തൊട്ട് താഴെ ഒരു ബെല്ലൈക്കൺ ഉണ്ടാവും, അതും കൂടി ക്ലിക്ക് ചെയ്താൽ എൻ്റെ യൂട്യൂബ് ചാനലിൽ വരുന്ന എല്ലാ വീഡിയോകളും മിസ് ചെയ്യാതെ തന്നെ നിങ്ങൾക്ക് കാണാൻ പറ്റും. ഓക്കെ, ആയിയെ ശുരു കരേം. നമുക്ക് തുടങ്ങാം. ഇന്ന് 10ാം ക്ലാസ്സിലെ ആദ്യത്തെ യൂണിറ്റിലെ രണ്ടാമത്തെ പാഠമായ ഹതാശ സെ ഏക് വ്യക്തി बैठ गया था എന്ന കവിതയ്ക്ക്, വിനോദ് കുമാർ ശുക്ലജിയുടെ കവിതയ്ക്ക് നരേഷ് സക്സേന जी നൽകിയ टिप्पणी. 10वीं कक्षा की पहली इकाई का दूसरा पाठ एक टिप्पणी है. इस पाठ भाग का नाम है हताशा से एक व्यक्ति बैठ गया था. यह पाठ भाग विनोद कुमार शुक्ल की कविता पर नरेश सक्सेना की टिप्पणी है. यह कविता मनुष्य को मनुष्य की तरह जानने की याद दिलाती है. അതായത് ഈ പാഠഭാഗം വിനോദ് കുമാർ ശുക്ലിൻ്റെ കവിതയ്ക്ക് നരേഷ് സക്സേനയുടെ ഒരു വ്യാഖ്യാനമാണ്. ടിപ്പണി എന്ന് പറഞ്ഞാൽ വ്യാഖ്യാനം. ഈ കവിത മനുഷ്യനെ മനുഷ്യനായി കാണാൻ നമ്മെ ഓർമ്മപ്പെടുത്തുന്നു. അപ്പോൾ पहले हम क्या देख लेंगे? पहले हम कविता पढ़ लेंगे, उसके बाद हम इस टिप्पणी पर चर्चा कर लेंगे. कविता पढ़ने के पहले हमें किसके बारे में जानना चाहिए? हाँ, कवि के बारे में. तो हताशा से एक व्यक्ति बैठ गया था. इस कविता का कवि कौन है? विनोद कुमार शुक्ल जी. तो उनका जन्म हुआ 1937 जनवरी 1 में. कहाँ पे? मध्य प्रदेश में. आप समकालीन हिंदी साहित्य क्षेत्र में कवि और कथाकार के रूप में विख्यात है. सब कुछ होना बचा रहेगा, वो आदमी चला गया, नया गर्म कोट पहनकर विचार की तरह, लगभग जय हिंद आदि आपके काव्य संग्रह है. खिले गए तो देखेंगे तथा दीवार में एक खिड़की रहती थी, दोनों आपके उपन्यास हैं. 1995 में मध्य प्रदेश शिखर सम्मान और 1996 में मैथिली शरण गुप्त राष्ट्रीय सम्मान आदि से आप सम्मानित हुए हैं. അതായത് മധ്യപ്രദേശിലാണ് വിനോദ് കുമാർ ശുക്ലജി ജനിച്ചത്. 1937 ജനുവരി 1-ാം തീയതി മധ്യപ്രദേശിലാണ് വിനോദ് കുമാർ ശുക്ലജി ജനിച്ചത്. അദ്ദേഹം സമകാലീൻ ഹിന്ദി സാഹിത്യത്തിലെ കവിയും കവി എന്ന രൂപത്തിലും കഥാകാരൻ രൂപത്തിലും പ്രസിദ്ധനായ വ്യക്തിയാണ്. അതുപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ കുറച്ച് പ്രസിദ്ധമായ കാവ്യ സംഗ്രഹങ്ങളെക്കുറിച്ച് ഇതിനകത്ത് പറയുന്നുണ്ട്. അതായത് അതിൻ്റെ പേര് നമുക്ക് നോക്കാം. സബ് കുച്ച് ഹോന ബച്ചാ രഹേഗ, വോ ആദ്മി ചലാ ഗയ, നയ ഗരം കോട്ട് പെഹൻകർ വിചാർ കി തരഹ്, ലഗ്ഭഗ് ജയ് ഹിന്ദ്. ഇത് അദ്ദേഹത്തിൻ്റെ പ്രസിദ്ധമായ കാവ്യ സംഗ്രഹങ്ങളാണ്. അതുപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ 2 ഉപന്യാസങ്ങൾ, അഥവാ ഉപന്യാസ് എന്ന് പറഞ്ഞ നോവൽ, അദ്ദേഹത്തിൻ്റെ പ്രസിദ്ധമായ 2 നോവലുകളെ കുറിച്ച് ഇവിടെ പറയുന്നുണ്ട്. ഖിലേഗ തോ ദേഖേംഗെ, ദീവാർ മേ ഏക് ഖിഡ്കി രഹത്തി ഥി. 1995 മധ്യപ്രദേശ് ശിഖർ സമ്മാൻ, 1996 മൈഥിലി ശരൺ ഗുപ്ത് രാഷ്ട്രീയ സമ്മാൻ തുടങ്ങിയവ നൽകി അദ്ദേഹത്തെ രാജ്യം ആദരിച്ചിട്ടുണ്ട്. आइए हम कविता पढ़ेंगे. पहले कुछ चित्रों के द्वारा मैं आपको एक कविता समझाने की कोशिश करती हूँ. शुरू करें. हताशा से एक व्यक्ति बैठ गया था. व्यक्ति को मैं नहीं जानता था, हताशा को जानता था. इसलिए मैं उस व्यक्ति के पास गया. मैंने हाथ बढ़ाया, मेरा हाथ पकड़कर वो खड़ा हुआ. मुझे वो नहीं जानता था, मेरे हाथ बढ़ाने को जानता था. हम दोनों साथ चले. दोनों एक दूसरे को नहीं जानते थे, साथ चलने को जानते थे. यही ये कविता. ഇനി നമുക്ക് കവിതയുടെ മലയാള പരിഭാഷ നോക്കാം. വളരെ ലളിതമായ വാക്കുകളിൽ എഴുതിയ ഒരു കവിതയാണിത്. നിരാശയോടൊരു വ്യക്തി ഇരുന്നു. വ്യക്തിയെ ഞാൻ അറിയില്ലായിരുന്നു, നിരാശയെ അറിയുന്നുണ്ടായിരുന്നു. അതുകൊണ്ട് ഞാൻ ആ വ്യക്തിയുടെ അടുത്ത് പോയി. ഞാൻ കൈ നീട്ടി. എൻ്റെ കൈ പിടിച്ച് അയാൾ എഴുന്നേറ്റു. എന്നെ അയാൾക്ക് അറിയില്ലായിരുന്നു, ഞാൻ കൈ നീട്ടിയതറിയാമായിരുന്നു. ഞങ്ങൾ ഒന്നിച്ച് നടന്നു. ഇരുവർക്കും പരസ്പരം അറിയില്ലായിരുന്നു, ഒന്നിച്ച് നടക്കാൻ അറിയാമായിരുന്നു. കരുണയും സ്നേഹവും നിറഞ്ഞ മനസ്സാണ് നമുക്കുള്ളതെങ്കിൽ അന്യൻ്റെ ദുഃഖം മനസ്സിലാക്കാനും അവരെ ആശ്വസിപ്പിക്കാനും കഴിയും. വിഷമിച്ചിരിക്കുന്ന ഒരാൾക്ക് നാം നൽകുന്ന സാന്ത്വന സ്പർശം എത്ര മഹത്തരമാണെന്നും അതിൻ്റെ മൂല്യം എന്താണെന്നും മനസ്സിലാക്കി തരുന്ന വിനോദ് കുമാർ ശുക്ലയുടെ കവിതയ്ക്ക് നരേഷ് സക്സേനയുടെ വ്യാഖ്യാനമാണ് ഈ പാഠഭാഗം. അപ്പോൾ തുടങ്ങാം അല്ലേ?
विनोद कुमार शुक्ल अपनी मौलिकता के साथ ही भाषा की अनगढ़ता के लिए विख्यात है, किंतु इस कविता में मौलिक होने के साथ ही वे काव्य शिल्प के सिद्ध कवि की तरह भी दिखाई देते हैं. അതായത് വിനോദ് കുമാർ ശുക്ല് തൻ്റെ മൗലിക ചിന്തകളോടൊപ്പം തന്നെ ഭാഷാഘടനയിൽ ശ്രദ്ധിക്കാതിരുന്നതിലും പ്രസിദ്ധനാണ്. ഈ ഇവിടെ ഭാഷാക്ക് അൻഘടത, എന്താണ് ഈ ഭാഷാക്ക് അൻഘടത എന്ന് പറഞ്ഞാൽ, അതായത് രാഗി മിനുക്കിയെടുക്കാത്ത ഭാഷ, അതായത് തേച്ച് മിനുക്കിയെടുക്കാത്ത, അതായത് തേച്ച് മിനുക്കി നന്നായി നല്ല പോളിഷ് ചെയ്ത വാക്കുകൾ ഉപയോഗിക്കാതെ വളരെ സ്വാഭാവികമായി വളരെ ലളിതമായ രീതിയിൽ നമ്മുടെ മുന്നിൽ വളരെ നാടൻ രീതിയിൽ തന്നെ പറയാം, നാടൻ ശൈലിയിൽ കവിതകൾ എഴുതുന്ന ആളായിരുന്നു ആര്? വിനോദ് കുമാർ ശുക്ല. അതാണ് അദ്ദേഹത്തിന് ഭാഷാക്ക് അൻഘടത എന്ന് പറഞ്ഞത്. അതായത് ഭാഷയുടെ ക്രമങ്ങളോ ഒന്നും അതൊന്നും അദ്ദേഹത്തിൻ്റെ വിഷയമായിരുന്നില്ല. കാരണം എന്താണോ അദ്ദേഹം ഉദ്ദേശിച്ചിരുന്നത് അത് മാത്രമായിരുന്നു അദ്ദേഹം ആ കവിതയിലൂടെ പ്രതിഫലിപ്പിച്ചിരുന്നത്. किंतु इस कविता में मौलिक होने के साथ ही वे काव्य शिल्प के सिद्ध कवि की तरह भी दिखाई देते हैं. പക്ഷെ ഈ കവിതയിൽ മൗലിക ചിന്തകൻ ആകുന്നതോടൊപ്പം തന്നെ കാവ്യശില്പത്തിലെ കഴിവുറ്റ കവിയെപ്പോലെയും കാണപ്പെടുന്നുണ്ട്. അതായത് അദ്ദേഹം കഴിവുറ്റ കവി തന്നെയാണ്. പക്ഷേ അദ്ദേഹത്തിൻ്റെ ഒരു സവിശേഷതയായി പറയുന്നത് മൗലികത അതായത് ഒറിജിനാലിറ്റി എന്നത് അദ്ദേഹത്തിൻ്റെ കവിതയിൽ അടങ്ങിയിരിക്കുന്ന ഒരു വളരെ സാധാരണമായ കാര്യമാണെങ്കിലും അതിൻ്റെ കൂടെ തന്നെ ഭാഷയുടെ കാര്യത്തിൽ അദ്ദേഹം ശ്രദ്ധിക്കാറില്ല. അദ്ദേഹം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തേച്ചു മിനുക്കിയ വാക്കുകൾ ഉപയോഗിച്ചിട്ടല്ല കവിത എഴുതാറ്. അതാണ് ഭാഷാക്ക് അൻഘടതാക്കയിലെ വിഖ്യാത എന്ന് പ്രത്യേകം പറഞ്ഞത്. അങ്ങനെയൊക്കെ ആണെങ്കിലും അദ്ദേഹം എന്തും കൂടിയാണെന്ന് പറഞ്ഞു. അങ്ങനെയൊക്കെ ആണെങ്കിലും ഈ കവിതയിൽ മൗലിക് ഹോനേക്കെ സാഥ് ഹി കാവ്യശില്പക്കെ സിദ്ധ കവിക്ക് തരബി ദിഖായി ദേത്തെ. അതായത് കാവ്യശില്പത്തിൽ പ്രാഗൽഭനായ അല്ലെങ്കിൽ പ്രവീണനായ ഒരു കവിയെ പോലെ ഇവിടെ കാണപ്പെടുന്നുണ്ട്. कविता के अर्थ इतने सहज और साफ है कि उन्हें व्याख्या की दरकार नहीं है. सरल शब्दों वाले वाक्य स्वयं ही अपना मर्म कर देते हैं. अदायद पहले मैंने आपको कविता सुनाया, उसके बाद उसका मलयालम ट्रांसलेशन भी सुनाया, तो आप लोग सोचोगे कि मैंने कविता का एक्सप्लेनेशन या व्याख्या तो नहीं किया है അല്ലേ, ഞാൻ അതിൻ്റെ വ്യാഖ്യാനം നിങ്ങൾക്ക് പറഞ്ഞു തന്നില്ലല്ലോ. പക്ഷേ പറഞ്ഞു തരേണ്ട ആവശ്യമില്ല. എന്താന്ന് വെച്ചാൽ കവിതയ്ക്ക് അർത്ഥ് ഇത്തന്നെ സഹജ് ഓർ സാഫ് ഹെ കി, അതായത് കവിതയുടെ അർത്ഥം വ്യാഖ്യാനിക്കേണ്ട ഒരു ആവശ്യം ഇവിടെ വരുന്നില്ല. അത് അത്രയും സ്വാഭാവികമാണ്. കാരണം അത്രയും ക്ലിയർ കട്ടായിട്ട് നിങ്ങൾക്ക് പറഞ്ഞു തരുന്നുണ്ട്. ആ വാക്കുകളിലൂടെ ഓരോരോ വാക്കുകൾ വായിച്ചാൽ തന്നെ ആ കവിതയുടെ ഓരോ വരികളിലൂടെ നമുക്ക് അതിൻ്റെ അർത്ഥം കിട്ടും. വ്യാഖ്യാക്ക് ദർക്കാർ നെഹി ഹെ, ദർക്കാർ മാനെ ആവശ്യമില്ല. സരൾ ശബ്ദവും വാലെ വാക്യ സ്വയം ഹി അപ്ന മർമ്മ കഹ ദേത്തെ ഹെ. അതായത് വളരെ ലളിതമായ രീതിയിൽ ലളിതമായ വാക്കുകൾ ഉപയോഗിച്ച് എന്താണ് ആ കവിത എന്ന് ഒരു 10-12 വരിയുള്ള ഒരു കവിതയാണ്. വളരെ ചുരുക്കം വാക്കുകൾ ഉപയോഗിച്ച് അദ്ദേഹം വളരെ നല്ല രീതിയിൽ സരൾ ശബ്ദവും വാലെ വാക്യ स्वयं ही अपना मर्म कह देते. मतलब उन शब्दों के द्वारा ही इसका जो अर्थ, मतलब इसका जो इस कविता की जो व्याख्या है वो खुद आपके सामने आएगा. आगे की पंक्तियाँ देखिए. व्यक्ति को मैं नहीं जानता था, हताशा को जानता था. कहते ही वे जानने की हमारी उस जानी पहचानी रूठी को तोड़ देते हैं. ഈ ജാന്ന എന്ന വാക്കിന് എന്താണ് അർത്ഥം? ജാന്ന എന്ന വാക്കിന് നമുക്ക് അറിയാവുന്നൊരർത്ഥം എന്താ? അറിയുക. അതന്നെ ജാന്ന എന്ന് പറഞ്ഞാൽ അറിയുക. ശരി തന്നെ. ഇവിടെ കവി പറയുന്നത് വ്യക്തിക്കോ മേ നഹി ജാനതാ താ, ആ വ്യക്തി എനിക്കറിയില്ലായിരുന്നു. ലേക്കിൻ ഉൻകെ ജോ ഹതാശക്കോ ജാനതാ താ. പക്ഷെ അദ്ദേഹത്തിൻ്റെ നിരാശയെ അല്ലെങ്കിൽ ഹതാശയെ എനിക്ക് അറിയുമായിരുന്നു. നമ്മൾ സാധാരണ ഒരു വ്യക്തിയെ നമ്മൾ എങ്ങനെയാണ് അറിയുന്നുള്ളത്? മേ ഉസ്കോ ജാനതാ ഹൂം. ഓക്കെ, എനിക്ക് അവരെ അറിയാം, എനിക്ക് അയാളെ അറിയാം. എങ്ങനെ? ഉസ്ക നാം शायद उसका नाम से, नहीं तो पता और उम्र, ओहदे या जाति या उनका स्टेटस क्या है, उनका जॉब, जो भी हो. നമ്മൾ ഒരാളെ അറിയും എന്ന് പറയുമ്പോൾ ആ ആളുടെ പേരോ അഡ്രസ്സോ വയസ്സോ അല്ലെങ്കിൽ അത് ഏത് ജാതിയിൽപ്പെട്ടാണെന്നോ ജോബോ സ്റ്റാറ്റസോ നോക്കിയിട്ടല്ല പറയേണ്ടത്. അതിനു പകരം അറിയുക എന്ന വാക്കിന് ചിരപരിചിതമായ എല്ലാ വ്യാഖ്യാനങ്ങളും അല്ലെങ്കിൽ എല്ലാ വ്യാഖ്യാനങ്ങളും മാറ്റിക്കൊണ്ട് അതിൻ്റെ എക്സ്പ്ലനേഷനൊക്കെ മാറ്റി മറിച്ചുകൊണ്ട് അദ്ദേഹം അതിനൊരു പുതിയൊരർത്ഥം കൊണ്ടുവന്നിരിക്കുകയാണ്.
ശുക്ലജി പറയാണ് അറിയുക എന്ന വാക്കിന് ഉള്ള ഒരു അർത്ഥം എന്താണെന്ന് വെച്ചാൽ ആ വ്യക്തിയുടെ സങ്കടങ്ങളെയാണ് അറിയേണ്ടത്. അല്ലാതെ ഒരു വ്യക്തിയെ അദ്ദേഹത്തിൻ്റെ പേരിൻ്റെ രൂപത്തിലോ വ്യക്തിയുടെ ജോലിയുടെ രൂപത്തിലോ അല്ലെങ്കിൽ ഏത് ജാതി, മതം, വയസ്സ് ആ രൂപത്തിലല്ല നമ്മൾ അറിയേണ്ടത്. ഒരു വ്യക്തിയെ നമ്മൾ എപ്പോഴും അറിയേണ്ടത് എങ്ങനെയാണ്? ഏതെങ്കിലും അതായത് ഒരു വ്യക്തിയുടെ മോഹഭംഗം, നിരാശ, നിസ്സഹായത, പ്രയാസം ഇതിലൂടെ അറിയണം. കവി आगे बोल रहे कि यदि हम किसी व्यक्ति को उसकी हताशा, निराशा, निस्सहायता या असहायता या उसके संकट से नहीं जानते तो हम कुछ नहीं जानते. ഒരു വ്യക്തിയുടെ ഹതാശ, നിരാശ, നിസ്സഹായത അല്ലെങ്കിൽ സങ്കടത്തെ അറിയാൻ സാധിക്കുന്നില്ലെങ്കിൽ അല്ലെങ്കിൽ അറിയാൻ കഴിയുന്നില്ലെങ്കിൽ നമുക്ക് ഒന്നും അറിയില്ല അതായത് ആ വ്യക്തിയെക്കുറിച്ച് നമുക്ക് ഒന്നും അറിയില്ല എന്ന് പറയുന്നതായിരിക്കും നല്ലത്. അങ്ങനെയാണ് ആര് പറയുന്നത്? കവി പറയുന്നത്. സടക് പർ ഘായൽ പടേ അപരിചിത് വ്യക്തി കോ ദേഖ്കർ ക്യാ ഹം കഹ സക്തേ ഹൈ കി ഉസേ ഹം നഹീ ജാൻതേ. അതായത് ഇപ്പോൾ റോഡിൽ ഒരാൾ ആക്സിഡൻറ്റ് പറ്റി കിടക്കുകയാണെങ്കിൽ സടക് പർ ഘായൽ പടേ മീൻസ് അതായത് പരിക്ക് പറ്റി കിടക്കുന്ന ഒരു വ്യക്തിയെ കണ്ടു കഴിഞ്ഞാൽ ഇവരെനിക്ക് അറിയില്ലല്ലോ അങ്ങനെ നമ്മൾ പറയുമോ? അല്ല, അറിയുന്ന ആളെ മാത്രമേ നമ്മൾ രക്ഷിക്കുന്നുണ്ടോ? അങ്ങനെ ഇല്ലല്ലോ. അതായത് അപരിചിത് വ്യക്തിക്കോ ദേക്കർ ക്യാ ഹം കഹ സക്തേ കി ഉസേ ഹം നഹീ ജാൻതേ. നമ്മളവിടെ ആ വാക്ക് ഉപയോഗിച്ച് നഹീ ജാൻതേ, ഞങ്ങൾക്കറിയില്ല. ഈ ആളെ എനിക്ക് പരിചയമില്ലല്ലോ, അതുകൊണ്ട് അത് വിട്ടേക്കെന്ന് വെച്ചാൽ നമുക്ക് പോകാൻ പറ്റുമോ? വാസ്തവമേ ഹം ജാൻതേ ഹേ കി യേ വ്യക്തി മുസീബത്ത് മേ ഹേ ഓർ ഇസേ ഹമാരി മദദ് കി സറൂരത്ത് ഹേ. പക്ഷെ നമ്മൾക്കൊന്നറിയാം, എന്താണ്? ആ വ്യക്തിയെ നമുക്കറിയില്ലായിരിക്കും, പക്ഷെ ആ വ്യക്തി മുസീബത്ത് മേ ഹേ, മുസീബത്ത് എന്ന അപകടത്തിൽപ്പെട്ടിരിക്കുകയാണെന്നും അല്ലെങ്കിൽ സങ്കടാവസ്ഥയിലാണെന്നും ഓർ ഇസേ ഹമാരി മദദ് കി സറൂരത്ത് ഹേ, ഓർ അദ്ദേഹത്തിന് അല്ലെങ്കിൽ അവർക്ക് എന്ത് വേണം? നമ്മുടെ ആവശ്യമുണ്ടെന്നും എന്താ പറയുക നമുക്കറിയാം. അപ്പം നമുക്ക് ആ വ്യക്തിയെ അറിയില്ല, പക്ഷെ അദ്ദേഹത്തിൻ്റെ ആവശ്യം നമുക്ക് അറിയാം. ഈ കവിത മനുഷ്യക്ക് തരം ജാനേക്ക് യാദ് ദിലാത്തി ഹൈ. ഈ കവിത മനുഷ്യനെ പോലെ ചിന്തിക്കാൻ, അതായത് മനുഷ്യൻ മൃഗങ്ങളെ പോലെ ചിന്തിക്കുന്നു എന്ന് പറയാറുണ്ട്, പക്ഷെ മനുഷ്യനെ പോലെ ചിന്തിക്കാനുള്ള ഒരു കഴിവ് അല്ലെങ്കിൽ ആ ഒരു കാര്യം നമ്മൾ ഓർമ്മിപ്പിക്കാൻ ഈ വെറും 11 വരിയിലൂടെ ഗദ്യരൂപത്തിൽ എഴുതിയ കവിതയിലൂടെ കവിക്ക് സംവദിക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. അതായത് ആ കാര്യങ്ങൾ വളരെ വ്യക്തമായി നമ്മളോട് പറഞ്ഞു തരാൻ സാധിച്ചിട്ടുണ്ട്. ഓക്കെ, ആगे देखें. कविता लगातार नहीं जानने और जानने का बयान करती जाती है. शिल्प की इस बारीक कारीगरी को देखें. അതായത് ഈ കവിത തുടർച്ചയായി നിരന്തരം എന്താ പറയുന്നത്? അറിയാം, അറിയില്ല, ഈ 2 വാക്കുകൾ ആവർത്തിച്ചു കൊണ്ടേയിരിക്കുന്നത്. ആ 2 വാക്കുകളിലൂടെയാണ് ഈ കവിതയിലൂടെ വളരെ വലിയൊരു ലോകസത്യം നിങ്ങളെ അറിയിക്കുന്നത് കവി. ശില്പിക്ക് ഇസ് ബാരിക് കാരിഗരിക്ക് ദേഖേं. കാരിഗരി എന്ന് പറഞ്ഞാൽ അതിൻ്റെ നിർമ്മാണ കൗശലം, അതായത് ഈ കവിതയുടെ നിർമ്മാണ കൗശലം, അതായത് ഈ കവിതയെ വളരെ സൂക്ഷ്മമായി നോക്കിയാൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ഈ 2 വാക്കുകളിലൂടെ ഈ കവി വളരെ വലിയൊരു ലോകസത്യം നമ്മളെ അറിയിച്ചിട്ടുണ്ട്. അപ്പം നമുക്ക് അതെങ്ങനെയാണെന്ന് ഒന്ന് താഴെ അദ്ദേഹം വിവരിക്കുന്നുണ്ട്. अरे वो मुझे नहीं जानता था, हाथ बढ़ाने को जानता था। हम एक दूसरे को नहीं जानते थे, साथ साथ चलना जानते थे। ये नहीं जानना और जानना कविता में किसी लोकगीत के स्थाई की तरह बार बार लौटता है. അതായത് ഇതിനകത്ത് പറയുന്നത്, അതായത് वो मुझे नहीं जानता था, അതായത് അവൻ എന്നെ അറിയില്ലായിരുന്നു. ലേക്കിൻ ക്യാ ജാനത്താ था, പക്ഷെ പിന്നെ എന്താ അറിഞ്ഞത്? എന്തായിരുന്നു അറിയാമായിരുന്നത്? ഹാത്ത് ബഠാനെ കോ ജാനത്താ था, കൈ നീട്ടാൻ അറിയാമായിരുന്നു. ഹം ഏക് ദൂസരെ കോ നഹീ ജാനത്തെ थे, ഞങ്ങൾക്ക് പരസ്പരം അറിയില്ലായിരുന്നു. ലേക്കിൻ സാത്ത് സാത്ത് ചലന ജാനത്തെ थे, പക്ഷെ ഒന്നിച്ച് നടക്കാൻ അല്ലെങ്കിൽ പരസ്പരം കൈകോർത്ത് നടക്കാൻ അറിയാമായിരുന്നു. ये नहीं जानना और जानना, അറിയില്ല അറിയാം. കവിതാമേ ഈ 2 വാക്കുകൾ കവിതാമേ കിസി ലോകഗീത് കി സ്ഥായി കി തര, അതായത് ഏതെങ്കിലും ലോകഗീത് പറഞ്ഞാൽ ഒരു നാടൻ പാട്ടിലെ സാധാരണ നാടൻ പാട്ട് കേട്ടാൽ നമുക്ക് മനസ്സിലാവും, ഏതെങ്കിലും ഒരു വാക്ക് റിപ്പീറ്റ് ചെയ്തുകൊണ്ടേയിരിക്കും. ആ വാക്കുകളിലേക്കും അതിൻ്റെ ആത്മാവ് കിടക്കുന്നത്, അതായത് ആ വാക്കുകളിലേക്കും ആ റിപ്പീറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന വാക്കുകളിലേക്കും ആ മുഴുവൻ നാടൻ പാട്ടിൻ്റെ ആത്മാവ് അല്ലെങ്കിൽ അതിൻ്റെ സോൾ ഉണ്ടാവില്ലേ, അതേ രീതിയിൽ തന്നെയാണ് ഈ കവിതയിൽ നഹി ജാന്ന ഓർ ജാന്ന എന്നീ വാക്കുകൾ, ഈ 2 വാക്കുകൾ ഉപയോഗിച്ചിരിക്കുന്നത്. അതേപോലെ ഈ കവിതയുടെ മറ്റൊരു സവിശേഷത എന്ന് പറയുന്നത് എന്തെന്ന് വെച്ചാൽ,
അതായത് നരേഷ് സക്സേന ജി ഇങ്ങനെയാണ് അതിനെക്കുറിച്ച് പറയുന്നത്. गद्य में लिखी हुई किसी कविता में लिरिकल या गीतात्मकता का बोध इस खूबी के साथ हिंदी की किस कविता में आया है याद नहीं आ रहा है. അതായത് गद्य में लिखी हुई किसी कविता में ഈ നമ്മുടെ ഈ കവിതയുടെ हमारी जो इस कविता അതായത് विनोद कुमार शुक्ल जी की इस कविता एक सविशेषता है कि ये गद्य में लिखी हुई കവിതയാണ്. പക്ഷെ ഏത് രൂപത്തിലാണ് എഴുതിയിട്ടുള്ളത്? ഗദ്യരൂപമേ അല്ലേ? ഒരു പദ്യം അല്ലെങ്കിൽ കവിതയുടെ രൂപത്തിലല്ല ഇതുള്ളത്, സാധാരണ ഒരു ഗദ്യത്തിൻ്റെ രൂപത്തിലാണ് ഉള്ളത്. പക്ഷെ ഇതിൻ്റെ പ്രത്യേകത എന്താണ്? ആ ഗദ്യരൂപത്തിൽ എഴുതിയ ഈ കവിതയിലും എന്തുണ്ട്? ഗാനാത്മകത, അത് ലിറിക്കൽ യാ ഗീതാത്മകത. ലിറിക്കൽ ഗീതാത്മകത എന്നൊക്കെ പറഞ്ഞാൽ ഗാനാത്മകത എന്ന് പറയുന്നത് അതായത് ഒരു പാട്ടിൻ്റെ എന്തോ എന്താ പറയുക, ഒരു പാട്ടിൻ്റെ ആത്മാവ് അതിനകത്തുണ്ട്. അതായത് ഒരു പാട്ട് പോലെ അല്ല, പാട്ടെന്ന് ഇവിടെ ഉദ്ദേശിക്കുന്നത് ഒരു കവിത. അതായത് ഗദ്യരൂപത്തിൽ എഴുതിയതാണെങ്കിലും കവിതയുടെ എല്ലാ ഗുണങ്ങളും നല്ല വളരെ ഈ താളത്തിൽ ചൊല്ലാൻ പറ്റുന്ന രീതിയിൽ ഇതിനകത്ത് ആർക്ക് കോർത്തിണക്കാൻ പറ്റിയിട്ടുണ്ട്? ശുക്ലജിക്ക് കോർത്തിണക്കാൻ പറ്റിയിട്ടുണ്ട് എന്നാണ് ആര് പറയുന്നത്? നരേഷ് സക്സേന ജി പറയുന്നത്. आगे देखें, जैसे किसी गज़ल में आखिरी शेर के आखिरी शब्द श्रोताओं की जुबान पर आप से आप आ जाते हैं, वैसे ही इस कविता के अंतिम शब्द यानी साथ साथ चलना के बाद यदि कविता पाठ रोक दिया जाए तो सुनने वाले खुद वाक्य पूरा कर देंगे और कहेंगे जानते थे. അതായത് സാധാരണ ഗസലിൻ്റെ ഈ ഷെയർ എന്ന് പറഞ്ഞാൽ ഗസലിൻ്റെ ഈരടി എന്ന് പറയുന്നത്, അതായത് ഉറുദു കവിതയുടെ ഈരടിയാണ്. അതായത് 2 വരികളിൽ ഉള്ള ഉറുദു കവിതകൾ പറയുന്ന പേരാണ് ഷെയർ അഥവാ ഷായരി. കേട്ടിട്ടുണ്ടാവില്ല? ഷായരി ഒരു ഹിന്ദി പാട്ടല്ല, മേ ഷായർ ഹൂ നഹി എന്ന് വെച്ച് അതിൽ ഷായർ എന്ന് പറഞ്ഞാൽ ഉറുദു കവിത എഴുതുന്ന ആളെ പറയുന്ന പേര് ഷായർ എന്നും അവരെഴുതുന്ന കവിതയുടെ പേരാണ് ഷായരി. ഓക്കെ, ആ ഷായരിക്ക് പറയുന്ന മറ്റൊരു വാക്കാണ് ഷെയർ എന്നത്. മറ്റൊരു ഷെയർ എന്ന വാക്കിന് വേറൊരു അർത്ഥമുണ്ട്. എന്താണ്? സിംഹം എന്നില്ലേ? അതവിടെ കേട്ടോ, സിംഹത്തിന് അവിടെ വെച്ചോ. ഇപ്പോൾ ഇവിടെ ഷെയർ എന്ന വാക്കിൻ്റെ അർത്ഥം എന്താണ്? ഉറുദു കവിതയുടെ ഈരടി. അതായത് ജैसे किसी गज़ल में आखिरी शेर के आखिरी शब्द, അതായത് അവസാന ഈരടിയിലെ അവസാന വാക്ക്, ആഖിരി മീൻസ് ലാസ്റ്റ്, അവസാന വാക്ക് ശ്രോതാവോं की जुबान पर आप से आप आ जाते हैं. അതായത് അവസാനത്തെ വാക്ക് നമ്മുടെ നാവിൻ തുമ്പിൽ, അതായത് അത് കേൾക്കുന്നവരുടെ സുബാൻ എന്ന് പറഞ്ഞാൽ നാവിൻ തുമ്പിൽ തനിയെ വരും. അതെങ്ങനെയാണെന്ന് വെച്ചാൽ വൈസെ ഈസ് കവിതാക്ക് അന്തിം ശബ്ദ് യാനി സാത്ത് സാത്ത് ചലന, അതായത് അതേപോലെ ഈ കവിതയുടെ അവസാന വരിയിൽ നമ്മൾ സാത്ത് സാത്ത് ചലന എന്ന് മാത്രം തന്നിട്ട് ആ കവിത അവിടെ സ്റ്റോപ്പ് ചെയ്യുകയാണെങ്കിൽ, അതായത് ആ കവിത പൂർണ്ണമാക്കാതെ അവിടെ നിർത്തുകയാണെങ്കിൽ ഇത് കവിത വായിക്കുന്ന ആൾ അല്ലെങ്കിൽ കവിത കേൾക്കുന്ന ആൾ സുന്നെ വല ഖുദ് വാക്കി പൂരാക്കരുത്. കാരണം ഇത്രയും കവിത കേട്ട രീതിയിൽ, അത് ആദ്യം മുതലേ കേട്ട അതിൻ്റെ ഓർമ്മയിൽ നമ്മൾ എന്തായാലും അതിൻ്റെ അവസാനം നമ്മൾ എങ്ങനെ പൂരിപ്പിക്കും? ജാൻതേ ഥേ, നമുക്ക് അതായത് അറിയാമെന്ന്. ഒന്നിച്ച് നടക്കാൻ എന്ന് പറഞ്ഞിട്ട് അവിടെ സ്റ്റോപ്പ് ചെയ്താലും നമുക്കറിയാം എന്ത് ആ വാക്ക് എങ്ങനെ പൂരിപ്പിക്കണം. കാരണം നമ്മൾ ആ കവിത കേട്ടപ്പോൾ അതിനകത്ത് എന്തുണ്ടായിരുന്നു? ഒരു കോമണായ രീതി ഉണ്ടായിരുന്നു ആ കവിത എങ്ങനെ പൂരിപ്പിച്ചതെന്നല്ലേ. അപ്പോൾ നമുക്കറിയാം അതിൻ്റെ അവസാനം ചേർക്കേണ്ട വാക്ക് എന്താണ്? ജാൻതേധേ എന്ന് അല്ലേ. അല്ലെങ്കിൽ അടുത്തൊരു ലൈനിലാണെങ്കിൽ നമ്മൾ എന്താ പറയുക? ഇപ്പോൾ ഹം ഏക് ദൂസരേക്കോ ഡാഷ് എന്ന് പറഞ്ഞാൽ അവിടെ നെഹി ജാൻതേത് ഹം ഏക് ദൂസരേക്കോ എന്ന് പറഞ്ഞിട്ടാണ് സ്റ്റോപ്പ് ചെയ്യുന്നതെങ്കിൽ നമുക്ക് അറിയാതെ നെഹി ജാൻതേത് എന്നുള്ള ഒരു വാക്ക് നമ്മുടെ മനസ്സിൽ കടന്നു വരും. അപ്പോൾ അത്രയ്ക്കും അതിശക്തമായ 2 വാക്കുകളായി മാറിയിരിക്കുന്നു ഈ കവിതയിൽ ജാന്ന ഓർ നെഹി ജാന്ന. കാരണം അത് വായിക്കുമ്പോൾ തന്നെ നമ്മുടെ മനസ്സിൽ അതായത് നമ്മുടെ മനസ്സിൽ തറച്ചു കയറുന്ന 2 വാക്കുകളാണ് ജാന്ന ഓർ നെഹി ജാന്ന. ഈ 2 വാക്കുകളിലൂടെ മാത്രം അല്ലെങ്കിൽ അതായത് ഈ ജാന്ന എന്നുള്ളത് ഒറ്റ വാക്ക്, അതായത് നെഹി എന്ന് കേൾക്കുമ്പോൾ 2 വാക്കായാലും ഈ 2 വാക്കുകളിലൂടെ മാത്രം ഇത്രയും വലിയൊരു കാര്യം ആർക്ക് പറയാൻ പറ്റി? ശുക്ലജിക്ക് പറയാൻ പറ്റി എന്നാണ് നരേഷ് സക്സേന ജി പറയുന്നത്. आगे देखें, ये कविता जानना शब्द के रूढ़िग्रस्त अर्थ को पूरी तरह से बदल देती है. ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, അതായത് അറിയുക എന്ന വാക്കിന് ഒരു പരമ്പരാഗതമായ ഒരു ചിരപരിചിതമായ ഒരു അർത്ഥമുണ്ട്. ആ ഒരു അർത്ഥത്തെ അതിൻ്റെ
ഡയമെൻഷനെ മാറ്റി, അതായത് ആ ഒരു അർത്ഥതലങ്ങൾ തന്നെ മാറ്റിക്കൊണ്ടാണ് ഈ കവിതയിൽ ആ വാക്ക് കടന്നു വരുന്നത്. ഇസ് കവിതാക്ക് पहली दो पंक्तियों में ही कवि अपनी पूरी बात कह देता है. അത് ഈ കവിതയുടെ നരേഷ് സക്സേന ജി പറയുന്നത്, അതായത് ഇസ് കവിതാക്ക് പെഹ്ലി ദോ പങ്ക്തിയോ മേ ഹി, ആദ്യത്തെ 2 വരികൾ തന്നെ ഈ കവിതയുടെ എല്ലാ ആശയങ്ങളും, എന്താണോ കവി പറയാൻ ആഗ്രഹിക്കുന്നത്, ശുക്ലജി പറയാൻ ആഗ്രഹിക്കുന്ന എല്ലാ കാര്യങ്ങളും ഈ കവിതയുടെ ആദ്യത്തെ 2 വരികളിൽ തന്നെ പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ട്. ഓക്കെ, ശേഷ് പങ്ക്തിയാം ഉസി കഹേ ഗയേക്കോ ഓർ സഖൻ ഓർ ഗഹര കർത്തി. അതായത് ബാക്കിയുള്ള വരികൾ, അതിനുശേഷം ആ കവിതയിൽ വരുന്ന വരികളൊക്കെ എന്തിനായിരുന്നു? ആദ്യത്തെ 2 വരിയിൽ തന്നെ എല്ലാ അർത്ഥവും പറഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ എന്തിനായിരുന്നു? അതായത് ആ പറഞ്ഞ കാര്യത്തെ വളരെ ഉറപ്പുള്ളതാക്കാൻ. സഖ് എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? സഖ് എന്ന് പറഞ്ഞാൽ ഉറപ്പുള്ള, സ്ട്രോങ്ങും, ഗഹര എന്ന് പറഞ്ഞാൽ വളരെ ആഴമുള്ള, അതായത് ആ പറഞ്ഞ കാര്യങ്ങളെ വളരെ ആഴമുള്ളതും പിന്നെ ഉറപ്പുള്ളതുമാക്കാൻ വേണ്ടിയിട്ട് ആർക്ക് പറ്റുന്നുണ്ട്? ആ കവിതയിലെ ബാക്കിയുള്ള വരികൾക്ക് സാധിക്കുന്നുണ്ട്. कविता का संदेश है कि 2 मनुष्यों के बीच मनुष्यता का एहसास यानी मानवीय संवेदना होना जरूरी है. जानकारियां जरूरी नहीं है. ശ്രദ്ധിക്കുക, ആ വാക്ക് ശ്രദ്ധിക്കുക. മാനവീയ സംവേദന ഹോന ജറൂരി ഹെ, ജാൻകാരിയാം ജറൂരി നഹി ഹെ. അതായത് ഈ കവിതയുടെ സന്ദേശം എന്ന് പറയുന്നത് 2 മനുഷ്യരുടെ ഇടയിൽ മനുഷ്യത്വം എന്ന തോന്നൽ, അതായത് മനുഷ്യനാണെന്നൊരു തോന്നൽ, മാനവീയ സംവേദന, അതായത് മാനുഷിക പരിഗണന ഉണ്ടാവേണ്ടതാണ് അത്യാവശ്യം. അല്ലാതെ എന്ത് വേണ്ട? അറിവുകൾ അത്യാവശ്യമല്ല. ആ വ്യക്തിയെക്കുറിച്ച് നമ്മൾ അറിയണ്ട, പക്ഷെ ആ വ്യക്തിയുടെ സങ്കടം നമ്മൾ അറിയണം. കിന്തു യഹ് സന്ദേശ് കവിതാമേ ഉപദേശ് കി തരഹ് നഹീ ആത്ത. അതായത് ഈ കവിതയിൽ ഇതിൻ്റെ സന്ദേശം, അതായത് എന്താണോ ഈ കവിത കൊണ്ട് കവി ഉദ്ദേശിച്ചത്, അതിൻ്റെ ഈ കവിതയിലൂടെ ഒരു മെസ്സേജ് ശുക്ലജി നമുക്ക് തരാൻ ആഗ്രഹിക്കുന്നില്ല. ആ മെസ്സേജ് ഒരു ഉപദേശത്തെ പോലെയല്ല, പക്ഷെ വളരെ നല്ല രീതിയിൽ, വളരെ ചെറിയ ചെറിയ വാക്കുകൾ കൊണ്ട്, നമുക്ക് ചിരപരിചിതമായ വാക്കുകൾ കൊണ്ട് നമ്മുടെ മനസ്സിലേക്ക് ഈ കവിതയുടെ സന്ദേശത്തെ എത്തിക്കാൻ വേണ്ടി ആർക്ക് സാധിച്ചിട്ടുണ്ട്? ശുക്ലജിക്ക് സാധിച്ചിട്ടുണ്ട് എന്നാണ് നരേഷ് സക്സേന ജി പറയുന്നത്. संक्षेप में हम इतना तो कह सकते हैं कि 2 मनुष्यों के बीच मनुष्यता का एहसास यानी मानवीय संवेदना होना जरूरी है. आज के समाज में दया, प्यार, परोपकार आदि नष्ट हो रहे हैं. दूसरों की सहायता करना हमारा कर्तव्य है. അതായത് ഇന്നത്തെ സമൂഹത്തിൽ നമ്മുടെ ഇടയിൽ നിന്ന് നഷ്ടപ്പെട്ടു പോകുന്ന ദയ, സ്നേഹം, പരോപകാരം എന്നീ എല്ലാ നല്ല കാര്യങ്ങളും നമ്മുടെ ഇടയിൽ നിന്ന് നഷ്ടപ്പെട്ടു പോവുകയാണ്. അതൊക്കെ നമ്മൾ ഓർമ്മിപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു കവിതയാണ് ഹതാശ സേ ഏക് വ്യക്തി ബൈഠ് ഗയാ ഥാ. അതിന് നല്ലൊരു ടിപ്പണി എഴുതാൻ ആർക്ക് സാധിച്ചിട്ടുണ്ട്? നരേഷ് സക്സേന ജിക്ക് സാധിച്ചിട്ടുണ്ട്. ओके, धन्यवाद. इस वीडियो के सेकंड पार्ट में परीक्षा केंद्रित प्रश्न और उत्तर और इस चैप्टर से संबंधित टिप्पणी तैयार करना, पत्र लिखना, जो भी हो, सारी बातें हम चर्चा कर लेंगे. ओके, तो अगले वीडियो में ज़रूर मिलेंगे. तब तक धन्यवाद.